നമ്മളോണ്ട് മാത്രം പോരാ. ഞങ്ങള് അല്ല എല്ലാം നടക്കണ്ടായോ, എല്ലാം നടക്കണം. നമ്മള് പിന്നെ അവിടെ ഇപ്പൊ ഇന്ന് ഇറച്ചി വാങ്ങിച്ചില്ലെന്ന് ഇറച്ചിയൊന്നും വാങ്ങിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ മനസ്സിലായി. മാത്രം മലപ്പുറം വാങ്ങിക്കുന്നില്ല. അപ്പൊ അതിന്റെ രാജനോട് പറയാനാ ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് സ്നേഹം കൂടുതലുള്ളിടത്തല്ലേ ദശ കൊടുത്തുള്ളൂ. ഇത്ര എന്റെ അമ്മ 90 വയസ്സ് കഴിഞ്ഞിട്ടില്ലല്ലേ? 80 വയസ്സേ ഉള്ളായിരുന്നു. 86 വയസ്സ് മരിക്കും. 88 എനിക്ക്. എവിടെയെങ്കിലും അമ്മാവൻ 104 വയസ്സ് വരെ ജീവിച്ചു. 86 വയസ്സ് എല്ലാവരും ജീവിച്ചു. എന്റെ മൂത്ത ഏറ്റവും എന്റെ വയസ്സിന് മൂത്ത ബസയമ്പുഴ ഞങ്ങളാണോ? അല്ലെ ഞാൻ എപ്പോഴും ചോദിക്കും ബസയമ്പുഴയാണ്. ഓർമ്മക്കുറവുണ്ട് കേട്ടോ. ഞങ്ങളാണോ അല്ല വേറെ ഇവിടെ വന്നതൊന്നും അല്ലേ ബസയമ്പുഴകളുള്ളത്? പറഞ്ഞേക്കാം. ഞങ്ങളെല്ലാം പുതിയല്ല, പഴയതാ. ഞാനൊരു കാര്യം ചോദിച്ചേ, ഈ കുട്ടികളുടെ കേസൊക്കെ കഴിഞ്ഞോ? ഇല്ലയോ? ഈ എറണാകുളത്തുകാരോട് ഈ കൊല്ലക്കാരോടുള്ള കേസ് ഇവരുണ്ടോ? അപ്പൊ ഞങ്ങൾ പറയുന്നവരോട് നിൽക്കണം കേട്ടോ. അതേ ഞാൻ പറഞ്ഞേ, അവരൊക്കെ ഇവിടുത്തെ കുടുംബക്കാരാ, ഈ കുടുംബത്തിലെ അംഗങ്ങളാ. അവരുടെ അവകാശം മറ്റുള്ളവരും വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പോകും. എന്റെ അമ്മയുടെ സ്വത്ത് മറ്റെന്തെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ. മാമമ്മ വേറെ അവന്റെ ഇവിടെ ഞങ്ങൾ എന്റെ സ്വത്ത് മറ്റുള്ളവർക്ക് എഴുതി പല രീതിയിലുള്ള കള്ളത്തരങ്ങളൊക്കെ നടത്താൻ നോക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അറിയാം. എന്റെ പേരിലുള്ളതാണ്, വേറെ ആർക്കും കൊടുക്കാനല്ല. കല്ലാരിമംഗലത്ത് വിൽക്കാൻ കിടപ്പുണ്ട്. വിൽക്കണമെങ്കിൽ 52 സെന്റ് സ്ഥലവും വേറെ ആർക്കൊന്നും കൊടുക്കാൻ. അനുപമ അവനെ റോഡ് സൈഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടംപോലെ റോഡ് സൈഡിൽ സ്ഥലങ്ങളുണ്ടല്ലോ. അവന് കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നമ്മുടെ ഇത് എന്റെ അച്ഛന്റെ അടക്കിയ മണ്ണ. ഇതൊന്നും ആർക്കും കൊടുക്കാനല്ല, എന്റെ പേരിലുള്ളതാ. അതാ അന്ന് പറ്റില്ല. നാട്ടുകാരും മാമനും ഒക്കെ ഹീരമാമനൊക്കെ അറിയാം. നമ്മളിപ്പം അയൽക്കാരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വഴി നോക്കണം. ഞാൻ വഴി ഞങ്ങളെ എന്തുമാത്രം അത്രയും വഴി ഒരാൾ കൊടുക്കാൻ ചക്ക തമ്മിൽ സ്ഥലം കിട്ടി ഞങ്ങൾക്ക്. അവനോട് വാങ്ങിച്ചാൽ ഞങ്ങൾ കാശ് കൊടുത്തേക്ക് അവന്റെ സ്ഥലം വാങ്ങിച്ചത് ചുമ്മാനെ വാങ്ങിച്ചത്. ഞാൻ ചോദിച്ചേ നിങ്ങളുടെ സ്ഥലത്തിന് കാശിനൊന്നും ചോദിച്ചാൽ പുതിയന്മാരെ ഉൾപ്പെടെയും മുഖമാക്കി വേണ്ട കാശൊക്കെ തന്നേക്കാം, കുഴപ്പമില്ലല്ലോ. അവരുടെ വസ്തു ഞങ്ങൾക്ക് തന്നതും തനിക്ക് വില വാങ്ങിച്ചുകൊണ്ടാ. ആ ശരി ആ ശരി. അത്രയും പറയണം. അപ്പൊ അസയമ്പുഴ നായരായിരുന്നു. ഇവരും തന്നെ പറയുന്നത് അവരുടെ കുടുംബക്കാരെ വിട്ടിട്ട് കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഒരു കുടുംബമാണ്.
എനിക്ക് മരിക്കങ്ങനെ കാര്യങ്ങൾ എനിക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു വസ്തു കഴിക്കാറുണ്ട് ആളും കൊടുത്തില്ല അതുപോലെ രീതിയിൽ നമ്മൾ അവർക്ക് നിലവ് കൊടുക്കാനില്ല. ഇത് ഇങ്ങോട്ട് കാണുന്നില്ല. അവിടുന്ന് അല്ലെല്ലാം അവിടെ ആയിരിക്കും. അതേ ദൂരെ പോയി ആയിരിക്കും. കാപ്പി ഇത്രയും നാൾ വലിച്ചിട്ട് കാശില്ല. അതിൽ കുറഞ്ഞ എങ്ങനെ കൊടുക്കുന്നത്? വേറെ ഒന്നും കൊണ്ടില്ല. പാർട്ടിക്ക് ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ കൊടുക്കാൻ കാശ് എന്തോ ഈ പാർട്ടിക്കാരില്ല. അതൊക്കെ ഒരു പാർട്ടിക്കാരൊന്നും ചെയ്തില്ല. പാർട്ടിക്കാരെന്താ ഇവിടെ ചീത്ത വിളിച്ച് ഇവിടെ നമ്മുടെ ക്യാമറ ഒക്കെ അടിച്ചു പൊട്ടിച്ച് VDR 50,000 രൂപയുടെ നഷ്ടമാണ് എനിക്ക് വന്നത്. ഒരു ഫോട്ടോ പിടിക്കാൻ ഒപ്പം വേണം തൊഴിലുറപ്പ്. വീടുകളെ എന്നെ അപേക്ഷ കൊടുത്തില്ല ഇതുവരെ വൃത്തിയാകാൻ പറ്റില്ല. പണം ചുമ്മാ 100-200 രൂപ കൊണ്ട് കടമെടുത്ത് കിട്ടിയാൽ മോശമാണോ? അപ്പോൾ ചായയുടെ കാശ് കൊടുത്താൽ മതിയല്ലേ? ചായയുടെ കാശ് അവന്മാര് വന്ന് കടമെടുത്ത് കൊടുത്താൽ നല്ല എന്താ മോശമാണോ? എത്ര എടുത്ത് നടന്നു ഇവിടുമാരെല്ലാം കടമെടുക്കും. നമുക്കെന്താ വന്നാല് അമ്മ പറയണം. അത് അവര് 10-20 പേര് വന്നിട്ട് എടുക്കുന്നുണ്ട്. ഏതാണ്ട് വലിയ എന്താ എടുത്തു തന്നാ നമുക്ക് നമ്മൾ ചായക്കുള്ള കാശ് കൊടുക്കുമല്ലോ. ആരാ കൊടുക്കാത്തത്? നമ്മളും കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളെന്ത് ഇവിടെ അന്നേരം ആ കാശ് നമുക്ക് വളമെടുത്തില്ലായിരുന്നു. ആ കാശിനും കൂടെ നിർത്തി വളമെടുത്തിട്ടാൽ മതി. ഇവന്മാർ എവിടെ പോയി കിടക്കും? ഇപ്പൊ നല്ല സൗകര്യം ഇവന്മാർ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ ഉണ്ട്. പോയി പറയണം. ഇന്ന് വൈകിട്ട് ഇവര് വരെയും അവന്മാരെ കൊണ്ട് എടുപ്പിക്കുന്നത്. ഗ്രാമൂട്ടിക്കാർ വരെ ശശിയുടെ എല്ലാം അവിടെ